നമസ്കാരം സുഹൃത്തുക്കളെ, കുറച്ച് അടിയന്തരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നോക്കൂ, നമ്മുടെ പ്രകൃതി എത്ര സുന്ദരമാണ്. എന്നാൽ ഇത്രത്തോളം സുന്ദരമാണോ ഇന്ന് നമ്മുടെ ഈ സംസ്ഥാനം? കൃത്യമായ ഇടവേളകൾ വെച്ച് നമ്മുടെ നാട്ടിൽ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇത് സ്വാഭാവികമാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അല്ല. കാരണം ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നമ്മൾ കുറച്ചു മുമ്പ് നമ്മൾ കേട്ട ഈ അടുത്ത കാലത്തായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ചുംബന സമരം എന്ന് പറഞ്ഞ് ഇവിടെ നമ്മുടെ നാട്ടിൽ തെരുവിലിറങ്ങി നടത്തിയ ഒരു സംഘടനയും അതിനെ സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ മാറുമറക്കുന്നതിനെതിരെ ഒരു വത്തക്ക സമരം എന്ന് പറഞ്ഞ് ഇതെല്ലാം തെരുവിൽ നടക്കുകയായിരുന്നു. ഇതിനൊക്കെ പിന്തുണ കൊടുത്തും കൊണ്ട് ചില സംഘടനകൾ, ചില പാർട്ടികൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് തീർച്ചയായിട്ടും ചില അജണ്ടകൾ സെറ്റ് ചെയ്ത് കൃത്യമായി ഇതിനു വേണ്ടി ഇവർ ഒരുങ്ങിയിരിക്കുകയാണ് എന്നാണ്. ഇതൊക്കെ ഒരു സാധാരണ സംഭവമായി സമീകരിച്ച് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇത്തരം സമരങ്ങൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഇവർ മാത്രമല്ല, ഈ സംഘടനകൾ മാത്രമല്ല അതിനെതിരെ പിന്നീട് കടന്നു വരുന്നത്. ഈ സംസ്കാരം ഉൾക്കൊള്ളാൻ കഴിയാത്ത മറ്റു ചില സംഘടനകൾ കൂടിയാണ് ഇതിലേക്ക് കടന്നു വരുന്നത്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞ് വസ്ത്രധാരണത്തിലും അതുപോലെ തന്നെ കുട്ടികളുടെ പഠനമുറികളിൽ ഇടകലർന്നിരിക്കണം എന്നൊക്കെ ആയിട്ടുള്ള കുറേ ആവശ്യങ്ങളുമായിട്ട് ഇത്തരം സംഘടനകൾ മുന്നോട്ട് വരികയുണ്ടായി. ബോയ്സ് സ്കൂള്, ഗേൾസ് സ്കൂള്, മിക്സഡ് സ്കൂള് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ സ്കൂളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇനി ഇടകലർന്ന് കുട്ടികളെ ഇരുത്തണം, ടോയ്ലറ്റുകൾ പോലും വിവേചനമില്ലാതെ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ വന്നത്. ഇത്തരം ആളുകൾക്ക് അതുപോലെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി അതിന് പറ്റിയ സ്കൂളുകൾ സ്വയം സ്ഥാപിച്ച് അവരുടെ കുട്ടികൾ അത്തരം സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് സ്കൂളിൻ്റെ സമയമാറ്റം. സ്കൂളിൻ്റെ സമയമാറ്റം ഇത് മതപഠനം നടത്തുന്ന ഒരു സമുദായത്തിന് അത് പ്രശ്നമാകുന്ന അറിയാത്ത ആളുകളല്ല ഇത് ആവശ്യപ്പെടുന്ന മന്ത്രിമാരും നേതാക്കളും എന്ന് നമുക്കൊക്കെ അറിയാം. അവർക്കറിയാം ഇത് പ്രശ്നങ്ങളാണ് എന്നുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടെ ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരം ആവശ്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് എന്ന് ഞാൻ നേരത്തെ പറയാനുള്ള കാരണം അതാണ്. അങ്ങനെ ഒരു സമയമാറ്റം അവർക്ക് ആവശ്യമാണെങ്കിൽ രാവിലെ 6 മണി മുതൽ സ്കൂൾ ആരംഭിക്കുക എന്ന ഒരു ചർച്ചയുമായിട്ട് ഇത്തരം ആളുകൾ വരട്ടെ. മദ്രസ പഠനം ആ സമയം, സ്കൂളിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷം ആവാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളും നടക്കട്ടെ. ഏറ്റവും ഒടുവിൽ ഇതാ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു സൂംബ ഡാൻസ് എന്ന് പറഞ്ഞു. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാമല്ലോ നമുക്ക് വിവാദങ്ങൾ മാത്രമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നതെന്ന് മനസ്സിലാക്കാം. നമ്മുടെ സ്കൂളുകളിൽ ഇതുപോലെയുള്ള ഡാൻസോ അതുപോലെ കുട്ടികളുടെ ഏത് പ്രതിഭകളും തെളിയിക്കാൻ പോകുന്ന രീതിയിലുള്ള മത്സരങ്ങൾ നമ്മളുടെ സ്കൂളുകളിൽ നടത്തുന്നുണ്ട്. അതിനെ കഴിവുള്ളവരെ കണ്ടെത്തി പഞ്ചായത്ത്, ജില്ലാ, സ്റ്റേറ്റ് സ്ഥലങ്ങളിലേക്ക് അതിൻ്റെ മത്സരങ്ങൾ കൊണ്ടുപോയി അവരെ വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തന്നെ. കൂടാതെ ഈ ഒരു ഡാൻസ് രൂപം മറ്റുള്ള എതിർപ്പുകളും എല്ലാം മറികടന്ന ഒരു ചർച്ചയ്ക്കും വിധേയമാക്കാതെ നടപ്പിലാക്കണം എന്നുള്ളത് അത്ര ശുദ്ധ മനസ്ഥിതിയോടെ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞത്, ഒരു ന്യായമായിട്ട് പറഞ്ഞത്, കുട്ടികളുടെ സ്ട്രെസ് ഒഴിവാക്കാനാണെന്നാണ്. കുട്ടികളുടെ സ്ട്രെസ് ഒഴിവാക്കാൻ ഈ ഒരു ഡാൻസ് മാത്രം മതിയോ? ഈ കഴിഞ്ഞ SSLC പരീക്ഷയിൽ എനിക്കറിയുന്നത് 85% മാർക്ക് ലഭിച്ച കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുത്ത് പഠിക്കാൻ ഇതേവരെ അവസരം കിട്ടിയിട്ടില്ല. ആ കുട്ടിക്ക് സ്ട്രെസ് ഉണ്ടാവില്ലേ? ആ കുട്ടിയുടെ സ്ട്രെസ് പരിഹരിക്കേണ്ടതല്ലേ? അതിന് ഈ നാട്ടിൽ ഇതുപോലെ ശബ്ദമുയർത്താൻ ഇപ്പോൾ ഈ ഡാൻസ് കളിച്ച് സ്ട്രെസ് മാറ്റണമെന്ന് പറഞ്ഞ് വന്ന അത്രയും ആളുകൾ ഈ വിഷയത്തിന് എന്താണ് കാണാത്തത്? നമുക്കറിയാലോ, 2, 3, 4 മാസത്തോളമായിട്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരമിരിക്കുന്ന
ആശാ വർക്കർമാരുടെ മക്കൾക്ക് അവരുടെ പഠനം മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? പഠനത്തിന് ആവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങളും മറ്റും കിട്ടാത്ത ആ കുട്ടികൾ സുംബ ഡാൻസ് കളിച്ചാൽ അവരുടെ സ്ട്രെസ്സ് മാറുമോ? ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആരോഗ്യരംഗത്തെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള വളരെയധികം പ്രശ്നങ്ങളൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചില സമയങ്ങളിൽ ഇത്തരം വിവാദങ്ങളുമായിട്ട് ഇവരെത്തുന്നത്. വർഗീയ സംഘടനകൾക്ക് ഇവിടെ വിളനിലമൊരുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഇവർ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം വിവാദങ്ങൾ ആയിട്ട് വരുമ്പോൾ അവരെ ശക്തമായി എതിർക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ കടമയാണ്, കർത്തവ്യമാണ് എന്ന് മനസ്സിലാക്കി അത് ഏറ്റെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.